ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ച് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നത്. അതിനായി ആദ്യം പ്ലേ സ്റ്റോറിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കാണുവാൻ സാധിക്കും. എല്ലാവരും അവരവരുടെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എൻ്റെ മൊബൈലിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഓപ്പൺ എന്ന ഓപ്ഷൻ കാണുന്നത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. കാരണം ഓൾറെഡി ഞാൻ 2 ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിപ്പുണ്ട്. ഒന്ന് BCAയ്ക്കും ഒന്ന് CS-നും വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുതിയതായിട്ടൊരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യണം. ആദ്യമായി ഒരു ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുവാനായി ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് സിമ്പലിൽ ടച്ച് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 2 ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും. ജോയിൻ ക്ലാസ്സും ക്രിയേറ്റ് ക്ലാസ്സും. പുതിയതായിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുവാനായി ക്രിയേറ്റ് ക്ലാസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ബോക്സ് നിങ്ങളുടെ മുൻപിൽ അപ്പിയർ ആകുന്നതാണ്. അതിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും താഴെ കാണുന്ന കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കേണ്ടത്. ക്ലാസ്സിൻ്റെ പേര്, സെക്ഷൻ, അവരിയ്ക്കുന്ന റൂമിൻ്റെ നമ്പർ, പിന്നെ സബ്ജക്റ്റിൻ്റെ പേര്. നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് കൊടുക്കാം. ക്ലാസ് നെയിം ഞാൻ MCA ആയിട്ട് സെറ്റ് ചെയ്യുന്നു. സെക്ഷൻ്റെ പേര് ഞാൻ S4 എന്നും റൂം നമ്പർ 401 എന്നും സെറ്റ് ചെയ്യുന്നു. സബ്ജക്റ്റിൻ്റെ പേര് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നു. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുവാനായി അല്പം സമയം എടുക്കും. ഇത് കഴിയുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഒന്ന് സ്ട്രീം എന്ന ഓപ്ഷൻ, 2 ക്ലാസ് വർക്ക് എന്നൊരു ഓപ്ഷൻ, 3 പീപ്പിൾ എന്നൊരു ഓപ്ഷൻ. സ്ട്രീം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കുട്ടികൾക്ക് ആവശ്യമുള്ള അനൗൺസ്മെൻറ്റ്സോ ഇൻസ്ട്രക്ഷൻസോ അവർക്ക് കൊടുക്കാവുന്നതാണ്. ക്ലാസ് വർക്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള നോട്ട്സ്, ഹോം വർക്ക്സ്, അവരുടെ അസൈൻമെൻറ്റ് വർക്കുകൾ, അവർക്ക് നടത്തപ്പെടേണ്ട ടെസ്റ്റുകൾ, അവരുടെ ടെസ്റ്റ് നടത്തിയതിൻ്റെ റിസൾട്ട് പബ്ലിഷിംഗ്, പിന്നെ അവരുടെ അസൈൻമെൻറ്റ്സ്, അറ്റൻഡൻസ്, ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ക്ലാസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് നമുക്ക് ക്ലാസ് വർക്ക് എന്ന സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനാണ് പീപ്പിൾ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ്സുമായി അസോസിയേറ്റ് ചെയ്ത മറ്റ് ടീച്ചേഴ്സ് ആരെല്ലാമെന്നും ഈ ക്ലാസ്സുമായി റിലേറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആരെല്ലാമെന്നും ആണ് ഈ പീപ്പിൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിലവിൽ ഞാൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. ഇതിലേക്ക് മറ്റ് ടീച്ചേഴ്സിനെയോ സ്റ്റുഡൻസിനെയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ പേര് മാത്രമാണ് ഡിസ്പ്ലേ ആകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്ലാസ്സിലേക്ക് മറ്റുള്ള ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന്. അതിനായി ടീച്ചേഴ്സ് എന്ന ഹെഡിങ്ങിൻ്റെ തൊട്ട് റൈറ്റ് കോർണറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു ചെറിയ ഐക്കൺ വിത്ത് പ്ലസ് സൈൻ. ടീച്ചേഴ്സിൻ്റെ ഹെഡിങ്ങിൻ്റെ അടുത്തുള്ള ആ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇൻ്റർഫേസിൽ ഏത് ടീച്ചറിനെയാണോ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ടീച്ചറിൻ്റെ ഇമെയിൽ ID നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വേറൊരു ടീച്ചറിൻ്റെ ഇമെയിൽ IDക്ക് പകരം ഞാൻ എൻ്റെ തന്നെ മറ്റൊരു ID യൂസ് ചെയ്യുകയാണ്.
ഓക്കെ, ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തതിന് ശേഷം ആഡ് റെസിപ്പിയൻറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത ഐ ഡി ഓൾറെഡി താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജെനുവിൻ ഐ ഡി ആണെങ്കിൽ ആഡ് റെസിപ്പിയൻറ്റ് എന്ന് ഡിസ്പ്ലേ ആകും. ഉടൻ തന്നെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത ഐ ഡി ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ ടീച്ചറിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാം. അതിനായി ഏറ്റവും മുകളിൽ കാണുന്ന ഇൻവൈറ്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഈ ഐ ഡി ഏത് ടീച്ചറിൻ്റെ ആണോ ആ ടീച്ചറിന് ഒരു ഇൻവിറ്റേഷൻ പോകുന്നതാണ്. ഞാനിവിടെ എൻ്റെ തന്നെ ഐ ഡി യൂസ് ചെയ്തതുകൊണ്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് എനിക്ക് തന്നെ ഒരു ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞു. നമുക്ക് ആ ഇമെയിൽ ഐ ഡി ഇമെയിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു മെയിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏത് ടീച്ചറിനാണോ ഇൻവിറ്റേഷൻ സെൻഡ് ആകുന്നത് ആ ടീച്ചറിൻ്റെ മെയിൽ പോയിട്ടുണ്ട്. S4MCAയിൽ പഠിപ്പിക്കാനായി താങ്കളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു എന്ന്. ഇനി ടീച്ചറിന് ആ ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യാം. അതിനുവേണ്ടി ഈ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓർക്കുക, ഏത് ടീച്ചറാണോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ടീച്ചർ ഓൾറെഡി ടീച്ചറിൻ്റെ മൊബൈലിൽ ഗൂഗിൾ ക്ലാസ് റൂം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ജോയിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഐക്കൺ അപ്പിയർ ചെയ്യുന്നതാണ്. അതിൽ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നതാണ്. ടീച്ചറിൻ്റെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ആ ടീച്ചർ MCA ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, നേരത്തെ 2 ക്ലാസ്സുകൾ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ 2 അല്ല, മൂന്നാമതൊരു ക്ലാസ് കൂടിയുണ്ട്. പേര് MCA എന്നാണ്. ആ MCAയിൽ പീപ്പിൾ സെക്ഷനിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നേരത്തെ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് മാത്രമായിരുന്നു അവിടെ ഡിസ്പ്ലേ ചെയ്തത്. ഇപ്പോൾ അതുകൂടാതെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ട മറ്റൊരു ടീച്ചറിൻ്റെ പേര് കൂടി അവിടെ ഡിസ്പ്ലേഡ് ആയിട്ടുണ്ട്. ഇങ്ങനെ എത്ര ടീച്ചേഴ്സിനെ വേണമെങ്കിലും ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓരോ ടീച്ചറിനെ ആഡ് ചെയ്യാൻ അതാത് ടീച്ചറിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യുക. അവരിൽ ഓരോരുത്തരും ജോയിൻ ചെയ്യുന്ന മുറയ്ക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്തതായി എങ്ങനെ ഈ ക്ലാസ്സിലേക്ക് സ്റ്റുഡൻസിനെ ഇൻവൈറ്റ് ചെയ്യാം എന്നതാണ്. ടീച്ചേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതൊരു ലെങ്തി പ്രോസസ്സായി മാറും. അതുകൊണ്ട് അതിനെക്കാട്ടി ബെറ്റർ മെത്തേഡ് മറ്റൊന്നുണ്ട്. നമ്മുടെ ക്ലാസ്സിന് ഒരിക്കൽ ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലാസ്സിനൊരു ഓട്ടോമാറ്റിക് കോഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കുക. ഏത് ക്ലാസ് ക്രിയേറ്റ് ചെയ്താലും ആ ക്ലാസ്സിനൊരു ക്ലാസ് കോഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ക്ലാസ് കോഡ് എന്താണെന്നറിയണം. സ്റ്റുഡൻസ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ പോർഷനിൽ ഒരു കോഡ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആ കോഡിൻ്റെ പേരാണ് DANTZTK. ഇത് ഈ ഒരു ക്ലാസ്സിൻ്റെ കോഡാണ്. ഇതേപോലെ നിങ്ങളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിനും ഓട്ടോമാറ്റിക്കലി ഒരു കോഡ് ജനറേറ്റ് ആവുകയും അത് ഈ പോർഷനിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഇത് കൂടാതെ മറ്റൊരു സ്ഥലത്ത് കൂടി ക്ലാസ് കോഡ് ഡിസ്പ്ലേ ആകുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. സ്ട്രീം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെറ്റിംഗ്സിൻ്റെ ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ജനറൽ എന്ന ഹെഡിങ്ങിൻ്റെ താഴെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കോഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ നിന്ന് ക്ലാസ്സിൻ്റെ കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോഡിൻ്റെ ഭാഗത്ത് കണ്ടിന്യൂസ്ലി പ്രസ് ചെയ്താൽ തന്നെ കോഡ് കോപ്പീഡ് എന്ന് എഴുതി കാണിക്കുന്നതാണ്. ഈ കോഡ് കോപ്പി ചെയ്യപ്പെട്ട ശേഷം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ഇത് മെയിൽ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഈ ഒരു കോഡ് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഈ ക്ലാസ് കോഡ് കിട്ടി എന്ന് കരുതുക. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കണം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്ന് പറയാം.
ഓരോ സ്റ്റുഡൻറ്റും അവരവരുടെ മൊബൈലിൽ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത ശേഷം ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന പ്ലസ് ഐക്കണിൽ ടച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷൻ അവർക്ക് കാണാൻ സാധിക്കും. ക്രിയേറ്റ് ക്ലാസ്സും ജോയിൻ ക്ലാസ്സും. അതിൽ ജോയിൻ ക്ലാസ് എന്ന ഓപ്ഷനിലാണ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ കുട്ടിയോട് ക്ലാസ്സിൻ്റെ കോഡ് ആവശ്യപ്പെടും. ഈ സ്പേസിൽ ടീച്ചർ അയച്ചു കൊടുത്ത കോഡ് അവർ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏത് ക്ലാസ്സിൻ്റെ കോഡാണോ ആ കുട്ടി ടൈപ്പ് ചെയ്യുന്നത് ആ കുട്ടിക്ക് ആ പർട്ടിക്കുലർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ആ ക്ലാസ്സിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണോ ഉള്ളത് ആ സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന മറ്റെല്ലാ ടീച്ചേഴ്സിനെയും നമുക്കതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ക്ലാസ്സിൻ്റെ കോഡ് ഓരോ കുട്ടിക്കും അല്ലെങ്കിൽ ആ കുട്ടികൾ അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ഷെയർ ചെയ്ത് ആ ക്ലാസ് കോഡ് യൂസ് ചെയ്ത് കുട്ടികൾക്ക് അവരവരുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഇന്ന് ഞാൻ പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.